ഇതെന്താന്ന് ചോദിച്ചാൽ എനിക്കൊരു പിടുത്തമില്ല. പക്ഷെ ഇത് നെഹദി മന്തി ഷോപ്പാണ്, കാലിക്കറ്റ് ബീച്ച് റോഡിൽ. എന്താ ഇവിടെ പൂരപ്പറമ്പാ? എനിക്കൊരു ഐഡിയയും കിട്ടില്ല. ഈ കോഴിക്കോടുള്ളവരെന്താ ഫുഡ് കഴിക്കാത്തവരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം ഇതാ, വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല. അപ്പുറത്തൊരു പാർക്കിംഗ് ഉണ്ട്, അവിടെ ഫുള്ളായിട്ട് എവിടെ വന്ന് നിൽക്കുന്നത്. എന്താ തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അറിയില്ല, നിങ്ങൾക്കറിയില്ല, അവിടെ ഉള്ളവർക്ക് അറിയില്ല. പക്ഷേ ഹൗസ് ഫുള്ളായിട്ട് ജനങ്ങളെല്ലാവരും പുറത്തിരിക്കുകയാണ്. അപ്പോൾ ഹൗസ് ഫുള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ആരെല്ലാം കഴിച്ച് വന്നാലാണ് ഇവിടുന്ന് അകത്തേക്ക് ആൾ വിടുള്ളൂ. ഇവിടെയും ബുക്കിംഗാണ്. ആദ്യം ആരാ വന്നത് അവർക്ക് മുൻഗണന. കണ്ടില്ലേ വിശന്നിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിലകത്ത് ഹൗസ് ഫുള്ളാണ്, വാതിൽ ലോക്കാണ്. ഹോട്ടൽ നെഹദി മന്തി റെസ്റ്റോറൻറ്റ്, കാലിക്കറ്റ്. ഇത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, നെഹദിട്ട. പക്ഷേ അതിൻ്റെ മേലെ ഫുള്ള് ആളുകളാണ്. എന്താന്ന് പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഇല്ല എന്താണെന്നുള്ളത്. ഇതാണ് ഹൗസ് ഫുള്ള് എന്ന് പറഞ്ഞാൽ ഫുള്ളിൻ്റെ ഫുള്ളാണ്. നെഹദി മന്തി റെസ്റ്റോറൻറ്റ്, കാലിക്കറ്റ്. ബുക്കിങ്ങിന് ആൾക്കാരുണ്ട്, ഫാമിലി ആയിട്ടും ഒറ്റക്കായിട്ടും. ഒരു പ്രാവശ്യം ഞാൻ അവിടെ വന്ന് കഴിച്ചിട്ടുമുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഭയങ്കര ആൾക്കാർ, അവർ രക്ഷയില്ല. എന്തിനാത്ര ആൾക്കാർ വരുന്നത് എനിക്കൊരു പിടുത്തമില്ല. പക്ഷേ എന്താണെന്ന് എനിക്കും അറിയില്ല. പക്ഷേ ഫുള്ളാണ് ആൾക്കാർ. റോഡിൽ സ്ഥലമില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ടും പ്രശ്നങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പിടുത്തമില്ല എന്താ ഇത്ര തിരക്കെന്നുള്ളത്. പക്ഷേ നല്ല ഫുഡാണ്, അതുകൊണ്ടാണ് ഇത്ര തിരക്ക് എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ പിന്നെ ആരെങ്കിലും കോഴിക്കോടൊക്കെ വരുന്നുണ്ടെങ്കിൽ നെഹദി കുഴിമന്തി ഒന്ന് കഴിച്ച് നോക്കിയാൽ വളരെയധികം നന്നായിരിക്കും. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് അറിയിക്കുക. അപ്പോൾ പറഞ്ഞ പോലെ വീണ്ടും കാണാം. അതുകൊണ്ട് ബൈ.